ഹായ് മക്കളെ, അങ്ങനെ +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സെപ്റ്റംബർ അവസാനമാണ് പരീക്ഷ നടക്കുന്നത്. സെപ്റ്റംബർ 25-ാം തീയതി മുതൽ പരീക്ഷ തുടങ്ങിയിട്ട് സെപ്റ്റംബർ 30-ന് പരീക്ഷ അവസാനിക്കുന്നതാണ്. ഇതിൽ ഈ ടൈം ടേബിൾ 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഒരു ദിവസം 2 പരീക്ഷ വെച്ചാണ് നിങ്ങൾക്ക് നടക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസും കെമിസ്ട്രിയും, കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇംപ്രൂവ് ചെയ്യുന്ന 2 വിഷയങ്ങളായിട്ടുള്ള ഫിസിക്സും ഇംഗ്ലീഷും ഒരേ ദിവസമാണ് വന്നിട്ടുള്ളത്. സെപ്റ്റംബർ 29-ാം തീയതി. വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് ഇതാ സയൻസിന്റെ ടൈം ടേബിൾ ആണ്, നിങ്ങൾക്കൊന്ന് പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ കൊമേഴ്സിന്റെ ടൈം ടേബിൾ ഇതിലുണ്ട്. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഒരേ ദിവസം തന്നെ എക്സാം നടക്കുന്നുണ്ട് എന്നൊക്കെ, ഒരേ ദിവസം തന്നെയാണ് എക്സാം നടക്കുന്നത്. ആൻഡ് ഈ ഒരു സംഭവം വന്നപ്പം നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ നടന്നതുപോലെ തന്നെ എജ്യൂപോർട്ട്, ഞാൻ സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഇവിടെ കാണിക്കുകയാണ്, സുഹൈൽ സാർ എന്ന് കാണുന്ന എജ്യൂപോർട്ട് അക്കാഡമിക് ഗ്രൂപ്പിൽ എന്തുണ്ട്, വമ്പിച്ച ചർച്ചകളാണ്. എന്താ പറയാ, ഇത് ചീറ്റിംഗ് ആണ്, ഗവൺമെന്റ് ചീറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചതിയാണ്. പിന്നെ സുഹൈൽ സാർ ഡിസിഷൻ മാറ്റിച്ചതിന് പ്രതികാരം ചെയ്ത പോലെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ ഞാനും സംഭവം ശരിയാണല്ലോ, ഒരു തീപ്പൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പം പിന്നെ ഞാൻ വേഗം ചെയ്തു, കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ ഷെഡ്യൂൾ ഒന്ന് എടുത്തു നോക്കിയോ, ഇംപ്രൂവ്മെന്റ്. എൻ്റെ മനസ്സിൽ ഒരു ദിവസം ഒരു എക്സാം ആയിരുന്നു എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പണി തന്നതായിരുന്നു ആയിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ എക്സാം എടുത്തപ്പോഴും ഒരു ദിവസം 2 പരീക്ഷകൾ തന്നെ ഉണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ 2022-ന്റെ കേസാണ് കേട്ടോ. കമ്പ്യൂട്ടർ സയൻസും അതേപോലെ തന്നെ കെമിസ്ട്രിയും ഒരേ ദിവസമാണ് വരുന്നത്. മാത്സും സെക്കൻഡ് ലാംഗ്വേജ് ഒരേ ദിവസമാണ് വരുന്നത്. അപ്പം എന്താ പറയാ, നിങ്ങൾക്കായിട്ടുള്ള ഒരു പ്രതികാരം ഒന്നുമില്ല. കഷ്ടകാലത്തിന് എന്താണ്, ഫിസിക്സും ഇംഗ്ലീഷും ഒരേ ദിവസം വന്നതാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് വേറെ ദിവസങ്ങളിലാക്കായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ആവശ്യമൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്തെന്ന്, ഇവർക്കൊക്കെ ഒരു വിലയുള്ളതല്ലേ, പരീക്ഷ നടത്തിക്കുന്ന ഞങ്ങൾ പറയുന്ന പോലെ ഫിസിക്സിനകത്ത് ഇംഗ്ലീഷ് പറ്റൂല പറയുന്നതിൽ കാര്യമില്ല. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉണ്ട്, നിങ്ങൾക്ക് അത് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മക്കൾ, നിങ്ങൾ +1 പരീക്ഷ അല്ല എഴുതാൻ പോകുന്നത്, നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാം ആണ് എഴുതാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി എത്രയോ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട്, ആ മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പരീക്ഷ എഴുതാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു സുവർണാവസരമാണ്. 3 വിഷയങ്ങളിൽ എത്ര മാർക്ക് പോയാലും സാരമില്ല, അതിലേക്ക് ഫുൾ മാർക്ക് എത്തിക്കാനുള്ള സുവർണാവസരമാണ്. അപ്പം ആ ഒരു അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ പരീക്ഷ ഇംഗ്ലീഷും ഫിസിക്സും ഒരേ ദിവസമാണ്, അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, ടെൻഷൻ അടിക്കാൻ നിൽക്കരുത്. കാരണം ആ അവസാന ദിവസത്തെ പഠനത്തിലൊന്നും വലിയ റോളില്ല. ജസ്റ്റ് പാസോ 60-70% അതൊക്കെ ഓക്കെയാണ്. പരീക്ഷയുടെ തലേന്ന് വലിയ ലൈവൊക്കെ വന്നിരുന്ന് കാണാം. പക്ഷെ നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കണം, ഓണപ്പരീക്ഷ ഓഗസ്റ്റ് 24-ാം തീയതി കഴിയും. 3-4-5 ദിവസം നിങ്ങൾ ഓണം സെലിബ്രേഷനും അവധിയൊക്കെ ആഘോഷിച്ചോ. പക്ഷേ ഓഗസ്റ്റ് 29 മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ആ 3 വിഷയങ്ങൾ ഒത്തിരി ഒന്നും ലേറ്റ് ആക്കാൻ പാടില്ല. സെപ്റ്റംബർ 15 എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് പഠനം ആ 3 വിഷയങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് തീർക്കണം. അല്ലാതെ എന്താണ് ഇംഗ്ലീഷും ഫിസിക്സും വേറെ ഒരേ ദിവസമാണ്, അതുകൊണ്ട് ആകെ പോയി എന്നൊന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട. 15-ാം തീയതി ഫസ്റ്റ് റൗണ്ട് റിവിഷൻ നിങ്ങൾ പഠിച്ചു തീർക്കണം. റിവിഷനല്ല, പഠിച്ചു തീർക്കുക. വേണമെങ്കിൽ ആ സമയം വരെ നിങ്ങൾ +2 ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും കാര്യമില്ല, സാരമില്ല. 15-ാം തീയതി വരെ, 15-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് നിങ്ങൾ ചെയ്യുന്ന വിഷയം ഒരു തവണ പഠിച്ചിരിക്കണം. പിന്നെ ഒരു റൗണ്ട് റിവിഷൻ കൂടെ നിങ്ങൾ 25-ാം തീയതിക്ക് മുന്നേ നടത്തണം. ആൻഡ് അവസാനവട്ട ഫൈനൽ റിവിഷൻ മാത്രമായിരിക്കണം പരീക്ഷയുടെ തലേന്ന്. അല്ലാതെ പരീക്ഷയുടെ തലേന്ന് എന്താണ്, ഞാൻ 10 ചാപ്റ്ററിൽ എന്താണ് 5 ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുണ്ട്, ബാക്കി 5 തലേന്നത്തെ ലൈവ് റിവിഷൻ, അതൊന്നും നടക്കൂല. നടക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയതിനേക്കാൾ 2-3 മാർക്ക് കൂടാൻ. അതല്ലല്ലോ നമ്മൾ ലക്ഷ്യം, ഫുൾ മാർക്കല്ലേ. സോ ടൈം ടേബിളിനെ കുറിച്ച് വെറുതെ ഫിസിക്സും ഇംഗ്ലീഷും ഒരേ ദിവസമാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വിഷമിച്ച് അതൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഓണപരീക്ഷയ്ക്ക് പഠിക്കുക. ഓണം കഴിഞ്ഞ ഉടനെ ഒരു സെപ്റ്റംബർ 29-30 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഓണമൊക്കെ നന്നായി ആഘോഷിച്ചതിന് ശേഷം പഠിച്ചു തുടങ്ങാം. സെപ്റ്റംബർ 15-നൊക്കെ പഠിച്ചു തീർത്താൽ ഒരേ ദിവസം 5 സബ്ജക്റ്റ് വന്നാലും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പം ഞങ്ങൾ എന്തായാലും കൂടെ ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.